ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഷോക്കായിരിക്കുകയാണ്. അതാണ് എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. കാരണം ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇന്ന് എനിക്ക് ഫൈനൽ എക്സാം ആയിരുന്നു, എൻ്റെ സെക്കൻഡ് സെമ്മിലെ ഫൈനൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം അമ്മ എന്നെ പെട്ടെന്ന് വിളിച്ച് എന്നിട്ടിങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അപ്പം അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്തായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ വീട്ടിൽ 2 പട്ടികളുണ്ട്. ഒന്ന് ജർമ്മൻ ഷെപ്പേർഡും ഒന്ന് ഗോൾഡൻ റിട്രീവറും ഉണ്ട്. ഓക്കെ, അപ്പം ഇതുങ്ങളുടെ 2 പേരും ഒന്നാണും ഒന്ന് പെണ്ണാണ്. അതായത് ജർമ്മൻ ഷെപ്പേർഡ് ആണും മറ്റത് പെണ്ണുമാണ്. വലുത് അതായത് ജർമ്മൻ ഷെപ്പേർഡിന് 7 വയസ്സേ ഉള്ളൂ, മറ്റതിന് 2 വയസ്സേ ഉള്ളൂ. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് എന്താ പറയുക, ഒരു വർഷമായിട്ട് ഈ ഗോൾഡൻ റിട്രീവർ അധികം വളരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പം ഒരു 3-4-5 മാസമായിട്ട് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നു, ഭയങ്കര ഒരു കുടുക്ക പോലെ ഇരിക്കുന്നു കാണാൻ, വയറൊക്കെ ഒരു കുടുക്ക ലുക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയാൻ തുടങ്ങി ഇത് പ്രഗ്നൻ്റ് ആണ്. ഈവൻ എൻ്റെ അനിയത്തി എല്ലാവരും പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അല്ല, ഇത് പ്രഗ്നൻ്റ് അല്ല, ഇത് വളർന്നതാണ്, 2 വയസ്സായില്ലേ, അപ്പോൾ വളർന്നതാണ്, ഇത്രയും നാൾ വളർന്നില്ലല്ലോ, ഇതിൻ്റെ വളർച്ച മുരടിച്ചിരിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെയും ഇതുപോലെ കുഞ്ഞാറ്റ എൻ്റെ അനിയത്തി എല്ലാവരും ഇങ്ങനെ തീരുമാനിച്ച് അത് പ്രഗ്നൻ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, പ്രഗ്നൻ്റ് അല്ല. അപ്പം ഞാനിങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും കണ്ടിട്ട് ചിലപ്പോൾ അത് വളർന്നതായിരിക്കും. ഞാൻ അല്ല എന്ന് പറഞ്ഞ് അവരാണെന്ന് പറയുന്ന സംഭവം ഞാൻ അങ്ങ് എടുത്ത് മാറ്റി. ഇന്ന് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അമ്മ വിളിച്ചെന്ന്. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്നു, 3 കുട്ടികൾ വന്നെന്ന്. എങ്ങനെ ഇരിക്കണം ഗൈസ്, ഞാനൊരുമാതിരി ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. എൻ്റെ വീട്ടുകാരടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവരും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. അപ്പം ഇത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാം. കാരണം എൻ്റെ അനിയത്തിയുടെ റിയാക്ഷൻ എനിക്ക് കാണാം. അവൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തോ വലിയ ലോകം ഇടിഞ്ഞ സംഭവം കണക്കാണ് അവൾ കാണുന്നത്. അപ്പം അവളുടെ റിയാക്ഷൻ നോക്കാൻ ഗൈസ്. അപ്പം അവൾ വരുമ്പം ഞാൻ അവളുടെ റിയാക്ഷൻ എടുക്കാം. അവളെ റിയാക്ഷൻ എടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ കണ്ടാൽ മതി. ഓക്കെ, ഗോഡ് പ്രോമിസെടി. വാ, നീ വാ, കാണിച്ചു തരാം. നിന്റെ സംശയം ശരിയായിരുന്നു. കണ്ട എന്ത് ഓ എന്ത് കൈ മാറ്റി എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മൂന്നും കറുത്തിരിക്കണടി. പട്ടിക്കുട്ടി കൊണ്ട് വളർന്നില്ല, ഞങ്ങൾ എലിയും കടിച്ചാണ് വളർന്നത്. ഒരു കുട്ടി ഇതോ അവിടെ കൊണ്ട് വെച്ചിരുന്നു കേട്ടാ. എടി അപ്പോസ് രാവിലെ ഇങ്ങനെ നോക്കിയപ്പോ എലി അടിച്ചോണ്ട് വരണമെന്ന് വിചാരിച്ച്. അപ്പൊ ആകുമ്പോൾ ഞങ്ങൾ ചെയ്യണം. അപ്പൊ ആകുമ്പോൾ പട്ടി എന്തൊരു കടിച്ചിട്ട് വേണം എലിയ. ഞാൻ നോക്കിയ വാറ്റത്തില്ല, ഞാൻ വലിയാണെന്ന്. അപ്പൊ അയാൾ നോക്കിയിട്ട് അല്ല കുട്ടി, ഞാൻ ഇല്ല കുട്ടിയല്ല, അല്ല കുട്ടിയല്ല. നമ്മൾ അവിടെ ഫ്ലാറ്റിൻ്റെ മതിലൊക്കെ ഉണ്ടല്ലോ, അവിടെ കരിയില മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലും വെച്ചിട്ടുണ്ട്. തേക്കിന്റെ അവിടെ കരിയില മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അതിനോടൊക്കെ ഇവിടെ എവിടെയാണെന്ന് തോന്നണം, അറിഞ്ഞൂടാ. ഇവിടെ ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് എന്തോന്ന് വരണ വഴിക്ക് പെട്ടെന്ന് അമ്മ വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ അറിഞ്ഞ ഡുണ്ടു പ്രസവിച്ച് ഒരു കൊച്ചെന്ന്. ഞാൻ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഞെട്ടിയിരുന്നേ. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നോക്കിയപ്പോൾ 3 കുട്ടികൾ വീണ്ടും ഇനിയും ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ഇന്നലെയൊക്കെ അതിന്റെ വയറ്റിൽ കൊച്ചു കിടക്കിയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പോയി തടവിക്കൊള്ളു. എനിക്കറിയായിരുന്നു. ഞാൻ എനിക്ക് പറഞ്ഞപ്പോ നീ എന്തോന്ന് പറഞ്ഞ ഞാൻ വിചാരിച്ചായിരിക്കൂലെന്ന്. അതിനെ കണ്ടാലേ അറിയായിരുന്നു. നീ അറിഞ്ഞ നീ എന്തോന്ന് കാണിച്ച? നിന്നെ അടിച്ച് പീർത്ത് കളയും ഞാൻ. നീ എന്തോന്ന് കാണിച്ച?
നോയിക്കോ നിന്നെ എല്ലാം ചെയ്തിട്ട് എന്നിട്ട് അവന് കൊച്ചുങ്ങളെ കാണുമ്പോ പേടി അവന്. നോയിക്കോ നിന്നോ അഹങ്കാരി. അവന്റെ മുഖം മാറുന്ന കേട്ടാ ഗൈസ്, കാരണം അവന് മനസ്സിലായി അവന് വഴക്ക് കിട്ടുവാണ്. അതാണ് അവൻ അങ്ങനെ ഇരിക്കണം. ഫാനും കൊണ്ട് സുഖിച്ച് കിടക്കണം. കാണിച്ചു തരാം പിന്നെ. അപ്പം ഗൈസ് അതാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ഞെട്ടി ആ ഒരു എൻ്റെ റിയാക്ഷനോ നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയില്ല. അപ്പം അവളുടെ റിയാക്ഷനെങ്കിലും കാണാലോ എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വ്ളോഗാണ്. അപ്പം ഇതൊക്കെയാണ്. ഇനി അങ്ങോട്ട് ഇതിനെ പറ്റിയിട്ടുള്ള എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഇവിടെ വളർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഇവിടെ 3 പട്ടികളുണ്ട്. 2 പട്ടികളുണ്ട്, മറന്നുപോയി. ഓക്കെ, 2 പട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇനി ഒന്നിനും കൂടെ വളർത്താൻ ഭയങ്കര പാടാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പിന്നെ വളർത്തിയെടുക്കാന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് ഞാൻ അറിയാം. ഇതെന്തായാലും ക്രോസ് ബ്രീഡ് ആയിരിക്കും. ഈവൻ അത് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നെങ്കിൽ പോലും അതൊരു ക്രോസ് ബ്രീഡ് ആയിരിക്കും. വലുതാകുമ്പോൾ ചിലപ്പം ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ചെവി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഗോൾഡ് റിട്രീവറിൻ്റെ ഇങ്ങനെയാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ വലുതാകുമ്പോൾ അതനുസരിച്ച് കളർ ചേഞ്ചൊക്കെ വരുമായിരിക്കാം. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇച്ചിരി കൂടെ വലുതായിട്ട് മേ ബി കൊടുക്കത്തുള്ളായിരിക്കും. ഓക്കെ, കുഞ്ഞാറ്റ് പറയുന്നു ഒരെണ്ണത്തിന് നമുക്ക് എടുക്കാം, നമുക്ക് കൊണ്ടുപോയി വളർത്താം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വേറൊരു വീടുണ്ട്, അവിടെ കൊണ്ടുപോയി വളർത്താമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നെ കൊണ്ട് പറ്റണം നല്ലപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബൈ.